15 വർഷങ്ങൾക്ക് ശേഷം ജയിലിന്റെ കൂറ്റൻ ഇരുമ്പുവാതിൽ ഒരു ദീർഘനിശ്വാസത്തോടെ തുറന്നപ്പോൾ സോളമൻ പുറത്തേക്ക് കാലെടുത്തു വെച്ചു. 45-കാരന്റെ തളർന്ന ശരീരമായിരുന്നില്ല അവന്റേത്. പകരം ഉള്ളിലെ തീയണയാതെ കാത്തുവെച്ച ഒരു വേട്ടക്കാരന്റെ ജാഗ്രത ആ കണ്ണുകളിൽ തിളങ്ങി. തടവറയിലെ അരണ്ട വെളിച്ചം അവന്റെ കാഴ്ചയെ മറച്ചിരുന്നില്ല, മറിച്ച് മൂർച്ച കൂട്ടുകയായിരുന്നു. കയ്യിലെ തുണിസഞ്ചിയിൽ ആകെയുണ്ടായിരുന്നത് 2 ജോഡി വസ്ത്രങ്ങളും പിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു മരപ്പാവയുമായിരുന്നു. ചിറകുകളുള്ള ഒരു മാലാഖയുടെ രൂപം. പട്ടണത്തിലേക്കുള്ള ബസ്സിൽ കയറുമ്പോൾ ആളുകൾ അവനെ തുറിച്ചു നോക്കി. അത് സോളമനല്ലേ, അനിയത്തിയെ കൊന്നവൻ? പിറുപിറുക്കലുകൾ അവനെ അലോസരപ്പെടുത്തിയില്ല. ജനലിനപ്പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കുമ്പോൾ അവന്റെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓർമ്മകൾ അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നില്ല. പകരം അവൻ ഓർമ്മകളെ വേട്ടയാടാൻ തയ്യാറെടുക്കുകയായിരുന്നു. ബസ്സിറങ്ങി വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ അയൽപ്പക്കത്തെ ജനൽപ്പാളികൾ ഒന്നൊന്നായി കൊട്ടിയടക്കപ്പെട്ടു. അകത്ത് കേറ്, ആ ചെകുത്താൻ വന്നിരിക്കുന്നു. ആ വാക്കുകൾ കേട്ട് അവന്റെ ചുണ്ടിലൊരു ഗൂഢമായ മന്ദഹാസം വിരിഞ്ഞു. പൊടിപിടിച്ച് കാടുകയറി തുടങ്ങിയ സ്വന്തം വീടിന്റെ വാതിൽ തുറന്നപ്പോൾ വർഷങ്ങളായി തളം കെട്ടി നിന്ന ഓർമ്മകൾ അവനെ പൊതിഞ്ഞു. പക്ഷേ അത് സ്നേഹത്തിൻ്റെതായിരുന്നില്ല, അടങ്ങാത്ത പകയുടേതായിരുന്നു. 15 വർഷം മുൻപ് ഏഞ്ചൽ എന്ന അവന്റെ അനിയത്തിയുടെ ലോകം വലുതായപ്പോൾ സോളമന്റെ നിയന്ത്രണങ്ങൾ ഒരു ചങ്ങലയായി അവളെ വരിഞ്ഞുമുറുക്കി. ടിംബർ മില്ലിലെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തുന്ന അവൻ ഒരു ജയിൽ വാർഡനെ പോലെയായിരുന്നു. അവളുടെ പുസ്തകങ്ങൾ, ഫോൺ, ഡയറി കുറിപ്പുകൾ എല്ലാം അവൻ പരിശോധിച്ചു. എന്റെ കണ്ണ് വെട്ടിച്ച് നീ എവിടെയെങ്കിലും പോയാൽ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, പലതവണ അവൻ അവളോട് ആക്രോശിച്ചിട്ടുണ്ട്. അയൽക്കാർ ആ അലർച്ചകൾ കേട്ട് ഭയന്നു. അവളെ കാണാതായ ആ രാത്രിയും അവർ തമ്മിൽ വഴക്കുണ്ടായി. കോളേജ് ഫെസ്റ്റിന് രാത്രി വൈകി പങ്കെടുക്കുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. നീ ഇന്ന് മുറിക്കു പുറത്തിറങ്ങിയാൽ പിന്നെ ജീവനോടെ കാണില്ല എന്ന് സോളമൻ ഭീഷണിപ്പെടുത്തുന്നത് തൊട്ടടുത്ത വീട്ടിലെ മറിയാമ്മ ചേടത്തി വ്യക്തമായി കേട്ടിരുന്നു. ആ രാത്രി അവൾ പേടിച്ച് വാതിലടച്ചു. പിറ്റേന്ന് രാവിലെ വീടിനടുത്തുള്ള ചതുപ്പിൽ നിന്നാണ് ഏഞ്ചലിന്റെ മൃതദേഹം കിട്ടിയത്. ക്രൂരമായ പീഡനത്തിന് ഇരയായിരുന്നു. രാത്രി മുഴുവൻ അവളെ തിരഞ്ഞിറങ്ങിയ സോളമന്റെ വസ്ത്രങ്ങളിൽ നിറയെ ചെളിയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ വീടിന്റെ ഉമ്മറത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഇരിക്കുകയായിരുന്നു അവൻ. അവന്റെ ആ നിർവികാരത കണ്ടപ്പോൾ പോലീസുകാർക്ക് പോലും അറപ്പ് തോന്നി. ഒരു തുള്ളി കണ്ണീർ, നേരിയ കുറ്റബോധം പോലും ആ മുഖത്തുണ്ടായിരുന്നില്ല. വിചാരണയിലുടനീളം അവൻ നിശബ്ദനായിരുന്നു. നാട്ടുകാർ അവനെതിരെ സാക്ഷി പറഞ്ഞു. അവന്റെ ഭീഷണി, അടക്കിപ്പിടിച്ച ദേഷ്യം, അമിതമായ നിയന്ത്രണം, എല്ലാ തെളിവുകളും അവനെതിരായിരുന്നു. ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടും ഒരു വാക്ക് ഉരിയാടാത്ത അവനൊരു സൈക്കോപാത്താണെന്ന് കോടതി മുറിയിൽ കൂടി നിന്നവർ ഉറപ്പിച്ചു. അവനൊന്നും നിഷേധിച്ചില്ല, ഏറ്റുപറഞ്ഞതുമില്ല. അവന്റെ മൗനം കുറ്റസമ്മതമായി. അവനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. വർത്തമാനകാലം. നല്ല നടപ്പിന് ശിക്ഷയിളവ് കിട്ടി പുറത്തിറങ്ങിയ സോളമൻ പഴയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസം തുടങ്ങി. ടിംബർ മില്ലിൽ പഴയ മുതലാളി മനസ്സില്ലാ മനസ്സോടെ വീണ്ടും ജോലി കൊടുത്തു. അവൻ ആരോടും മിണ്ടാതെ ഒരു നിഴൽ പോലെ ജീവിച്ചു. എന്നാൽ ആ നിഴലിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവൻ ടൗണിലെ ബാറിന് മുന്നിൽ അല്പനേരം നിൽക്കും. അവിടെ നിന്ന് ബൈക്കെടുത്ത് അമിതവേഗത്തിൽ ചീറിപ്പായുന്ന റോണി മാത്യുവിനെ കാണാനായിരുന്നു അത്. ക്വാറി ഉടമ മാത്യു മുതലാളിയുടെ മകൻ. റോണിയെ കാണുമ്പോൾ സോളമന്റെ കണ്ണുകൾ ഇടുങ്ങും, കൈകൾ മുറുകും. ഒരു ശനിയാഴ്ച രാത്രി ബാറിന് പുറകിലെ ഇരുട്ടിൽ അവൻ കാത്തുനിന്നു. റോണി കൂട്ടുകാരുമായി അകത്തേക്ക് പോയ തക്കം നോക്കി അവൻ അവന്റെ ബൈക്കിനടുത്തേക്ക് നീങ്ങി. കയ്യിൽ കരുതിയ ചെറിയൊരു കട്ടർ ഉപയോഗിച്ച് ബ്രേക്കബിളിൽ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു ഭാഗത്ത് നേർത്ത ഒരു മുറിവുണ്ടാക്കി. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ ഇരുട്ടിലേക്ക് മറഞ്ഞു. പിറ്റേന്ന് രാവിലെ പട്ടണമുണർന്നത് ഒരു ദാരുണമായ വാർത്ത കേട്ടുകൊണ്ടാണ്. റോണി മാത്യു സഞ്ചരിച്ച ബൈക്ക് അമിതവേഗത്തിൽ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് തൽക്ഷണം മരിച്ചു. ബ്രേക്ക് നഷ്ടപ്പെട്ടതായിരുന്നു അപകടകാരണം. അന്ന് ടിംബർ മില്ലിൽ ജോലി ചെയ്യുമ്പോൾ സോളമന്റെ മുഖത്ത് പതിവില്ലാത്ത ഒരുതരം സംതൃപ്തിയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ പത്രക്കടയുടെ മുന്നിൽ തൂക്കിയിട്ട പത്രത്തിലെ റോണിയുടെ ചിത്രത്തിലേക്ക് അവൻ ഒരു നിമിഷം നോക്കി നിന്നു. അവന്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞുവോ? അനിയത്തിയെ കൊന്നവൻ ഇപ്പോൾ മറ്റൊരാളെ കൂടി കൊന്നിരിക്കുന്നു. അവന്റെ അടുത്ത ലക്ഷ്യം ആരായിരിക്കും? ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു.
പട്ടണത്തിൽ ഭയം പടർന്നു പിടിക്കാൻ തുടങ്ങിയിരുന്നു. സോളമൻ എന്ന ചെകുത്താൻ വീണ്ടും വേട്ടക്കിറങ്ങിയിരിക്കുന്നു. റോണി മാത്യുവിന്റെ മരണവാർത്ത പട്ടണത്തിൽ ഒരു കാട്ടുതീ പോലെ പടർന്നു. അതൊരു അപകടമരണമായി പോലീസ് എഴുതിത്തള്ളിയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ സംശയത്തിന്റെ കനലുകൾ എരിഞ്ഞു തുടങ്ങിയിരുന്നു. സോളമൻ തിരിച്ചെത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭവിച്ച മരണം ആരും യാദൃശ്ചികമായി കണ്ടില്ല. ഭയം അവരുടെ സിരകളിലേക്ക് ഒരു വിഷം പോലെ അരിച്ചിറങ്ങി. ക്വാറി ഉടമ മാത്യു മുതലാളിയുടെ ബംഗ്ലാവിൽ രോഷം അണപൊട്ടി ഒഴുകുകയായിരുന്നു. എന്റെ മോനെ കൊന്നവനെ എനിക്ക് മുന്നിൽ കിട്ടണം. അയാൾ സർക്കിൾ ഇൻസ്പെക്ടർ എബിൻ കുര്യന് നേരെ അലറി. ആ സോളമൻ, അവനല്ലാതെ വേറാരുമല്ല ഇതിന് പിന്നിൽ. അവനെ പൊക്ക്! എബിൻ കുര്യന്റെ നെറ്റിയിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകി. അയാൾക്ക് മാത്യു മുതലാളിയെ ഭയമായിരുന്നു. അയാളുടെ പല നിയമവിരുദ്ധ ഇടപാടുകൾക്കും സംരക്ഷണം നൽകിയിരുന്നത് എബിനായിരുന്നു. പിറ്റേന്ന് രാവിലെ പോലീസ് ജീപ്പ് സോളമന്റെ വീടിന് മുന്നിൽ വന്നു നിന്നു. എബിനും 2 കോൺസ്റ്റബിൾമാരും അകത്തേക്ക് കയറുമ്പോൾ സോളമൻ വീടിന്റെ വരാന്തയിലിരുന്ന് ഒരു മരക്കഷ്ണത്തിൽ കൊത്തുകയായിരുന്നു. അവന്റെ ഭാവരഹിതമായ മുഖവും ശാന്തമായ ചലനങ്ങളും എബിനിൽ അസ്വസ്ഥതയുണ്ടാക്കി. റോണി മാത്യുവിനെ നിനക്കറിയാമല്ലോ, അല്ലേ? എബിൻ പരുഷമായി ചോദിച്ചു. സോളമൻ കൊത്തുപണി നിർത്തി തലയുയർത്തി. പത്രത്തിൽ ഫോട്ടോ കണ്ടു. അവന്റെ മരണത്തിൽ നിനക്ക് പങ്കുണ്ടോ? ഞാനൊരു മരപ്പണിക്കാരനാണ് സാറേ, കൊലപാതകിയല്ല. അവന്റെ ശബ്ദത്തിൽ പരിഹാസത്തിന്റെ നേർത്ത ധ്വനിയുണ്ടായിരുന്നു. അപകടം നടന്ന ദിവസം രാത്രി താൻ വീട്ടിൽ തനിച്ചായിരുന്നുവെന്ന് അവൻ മൊഴി നൽകി. തെളിവുകളൊന്നും അവനെതിരെയില്ലായിരുന്നു. പക്ഷേ അവന്റെ ആത്മവിശ്വാസം നിറഞ്ഞ പെരുമാറ്റം എബിനെ കൂടുതൽ സംശയാലുവാക്കി. നിന്റെ ഓരോ ചലനവും എന്റെ കണ്ണ് നിന്റെ മേലുണ്ടാകും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് അയാൾ മടങ്ങിയത്. അതേസമയം പട്ടണത്തിലെ പ്രാദേശിക ചാനലായ മെട്രോ ന്യൂസിന്റെ ഓഫീസിൽ യുവപത്രപ്രവർത്തകയായ അനന്യ ഈ വാർത്തകൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു. റോണിയുടെ മരണവും സോളമന്റെ തിരിച്ചുവരവും തമ്മിലുള്ള ബന്ധം യാദൃശ്ചികമല്ലെന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾക്കൊരു വലിയ വാർത്തയുടെ മണമുണ്ടായിരുന്നു. അവൾ പഴയ പത്രത്താളുകൾ മറിച്ചുനോക്കി. 15 വർഷം മുൻപുള്ള ഏഞ്ചലിന്റെ മരണവാർത്ത. സ്കൂളിൽ തന്റെ സീനിയറായി പഠിച്ചിരുന്ന, എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി നടന്നിരുന്ന ആ പെൺകുട്ടിയുടെ ചിത്രം അവളുടെ മനസ്സിൽ തെളിഞ്ഞുവന്നു. അന്ന് ആ വാർത്ത കേട്ടപ്പോൾ തനിക്കുണ്ടായ ഞെട്ടൽ അവൾ ഓർത്തു. ഈ കേസിൽ എന്തോ ഒരു പന്തികേടുണ്ട്, അവൾ സഹപ്രവർത്തകനോട് പറഞ്ഞു. റോണിയുടെ മരണത്തിനു പിന്നാലെ സോളമൻ തന്റെ അടുത്ത ഇരയെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ എബിൻ കുര്യൻ. എല്ലാ ദിവസവും രാവിലെ നടക്കാനിറങ്ങുന്നതും രാത്രി വൈകി വീട്ടിലെത്തുന്നതും അയാളുടെ ഭാര്യയും മക്കളും സ്വന്തം വീട്ടിലേക്ക് പോയതുമെല്ലാം സോളമൻ മനസ്സിലാക്കി. എബിന്റെ വീടിന്റെ പുറകുവശത്തുള്ള അടുക്കളയുടെ ജനൽപ്പാളിക്ക് ചെറിയൊരു തകരാറുണ്ടെന്ന് അവൻ കണ്ടെത്തി. ഒരു രാത്രി പട്ടണം ഉറങ്ങിക്കിടക്കുമ്പോൾ സോളമൻ ഒരു നിഴൽ പോലെ എബിന്റെ വീടിന്റെ പുറകിലെത്തി. കയ്യിൽ കരുതിയ നേർത്ത കമ്പി ഉപയോഗിച്ച് ജനൽപ്പാളി തുറന്ന് അവൻ അകത്തേക്ക് കൈയിട്ടു. ഗ്യാസ് സ്റ്റൗവിലേക്ക് പോകുന്ന റബ്ബർ ട്യൂബ് സ്റ്റൗവിനോട് ചേരുന്ന ഭാഗത്ത് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവൻ ചെറുതായി മുറിച്ചു. നേരിയൊരു ഗ്യാസ് ലീക്ക്, ഒരു തീപ്പൊരി വീണാൽ ആളിപ്പടരാൻ പാകത്തിന്. 2 ദിവസങ്ങൾക്ക് ശേഷം പ്രഭാതത്തിലെ ചായക്കുള്ള വെള്ളം വെക്കാനായി ഗ്യാസ് ഓൺ ചെയ്ത് ലൈറ്റർ കത്തിച്ചതും ഒരു വൻ സ്ഫോടനത്തോടെ ആ വീട് തീഗോളമായി മാറി. ഇൻസ്പെക്ടർ എബിൻ കുര്യൻ തൽക്ഷണം വെന്തുമരിച്ചു. പട്ടണം ഞെട്ടിവിറച്ചു. ഇതൊരു അപകടമല്ല, ആസൂത്രിതമായ കൊലപാതകങ്ങളുടെ പരമ്പരയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു. സോളമൻ എന്ന ചെകുത്താൻ തന്റെ വേട്ട തുടരുകയാണ്. ഭയം ആളുകളെ വീടുകൾക്കുള്ളിൽ തളച്ചിട്ടു. എബിൻ കുര്യന്റെ മരണം അനന്യയുടെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. സോളമൻ വെറുമൊരു സൈക്കോപാത്താണോ, അതോ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അവൾ പോലീസ് സ്റ്റേഷനിലെ പഴയ റെക്കോർഡ് റൂമിൽ കയറിപ്പറ്റി. മണിക്കൂറുകളുടെ തിരച്ചിലിനൊടുവിൽ പൊടിപിടിച്ച ആ ഫയൽ അവളുടെ കയ്യിലെത്തി. ഏഞ്ചൽ കൊലക്കേസ്. ഫയലിലെ ഓരോ കടലാസും അവൾ ശ്രദ്ധയോടെ മറിച്ചു. സാക്ഷിമൊഴികൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, സോളമന്റെ കുറ്റസമ്മതമില്ലാത്ത മൊഴി എല്ലാം അവൾ വായിച്ചു. അതിനിടയിലാണ് ഫയലിന്റെ ഏറ്റവും താഴെയായി വെച്ചിരുന്ന ഒരു കടലാസ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏഞ്ചൽ മരണപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ ഒരു പരാതിയുടെ കോപ്പി. ക്വാറി ഉടമ മാത്യു മുതലാളിയുടെ മകൻ റോണി മാത്യുവും സുഹൃത്തുക്കളും ചേർന്നു തന്നെ നിരന്തരം ശല്യം ചെയ്യുന്നതായും ഭീഷണിപ്പെടുത്തുന്നതായും ആ പരാതിയിൽ എഴുതിയിരുന്നു. പരാതി അന്വേഷിക്കാനായി കോളേജ് അധികൃതർ അത് പോലീസിന് കൈമാറി.
കേസ് അന്വേഷിച്ചത് അന്ന് സബ് ഇൻസ്പെക്ടറായിരുന്ന എബിൻ കുര്യനായിരുന്നു. അയാൾ ആ പരാതി ചെറുപ്പക്കാരുടെ നിസാര പ്രശ്നം എന്ന പേരിൽ ഒതുക്കിത്തീർത്തു. അനന്യയുടെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. ഇരകൾ വെറും യാദൃച്ഛികമായിരുന്നില്ല. ഏഞ്ചലിന്റെ മരണവുമായി നേരിട്ട് ബന്ധമുള്ള രണ്ടുപേർ. അവർ ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ സോളമൻ ഒരു ഭ്രാന്തനായ കൊലപാതകിയല്ല, മറിച്ച് കണക്കുകൂട്ടലുകളോടെ നീങ്ങുന്ന ഒരു പ്രതികാരദാഹിയാണ്. അവന്റെ അടുത്ത ലക്ഷ്യം ആരായിരിക്കും? പരാതിയിൽ റോണിക്കൊപ്പം മറ്റാരുടെയെങ്കിലും പേരുണ്ടായിരുന്നു. അനന്യ വീണ്ടും ഫയലിലേക്ക് ഉറ്റുനോക്കി. റെക്കോർഡ് റൂമിലെ അരണ്ട വെളിച്ചത്തിൽ അനന്യയുടെ വിരലുകൾ ആ പഴയ കടലാസിലൂടെ വിറയലോടെ നീങ്ങി. ഏഞ്ചലിന്റെ കൈപ്പടയിൽ എഴുതിയ പരാതി. റോണി മാത്യുവിന്റെ പേരിനൊപ്പം മറ്റൊരു പേരുകൂടി മങ്ങിയ അക്ഷരങ്ങളിൽ തെളിഞ്ഞുകിടന്നു: ജിത്തു ജോർജ്. അനന്യയുടെ മനസ്സിൽ അപകടത്തിന്റെ സൈറൺ മുഴങ്ങി. സോളമന്റെ പ്രതികാര പട്ടികയിലെ അടുത്തയാൾ. അയാൾ എവിടെയാണ്? ജീവനോടെയുണ്ടോ? അടുത്ത 2 ദിവസങ്ങൾ അനന്യ വിശ്രമമില്ലാതെ ഓടുകയായിരുന്നു. പഴയ കോളേജ് രേഖകൾ, സോഷ്യൽ മീഡിയ, പഴയകാല സുഹൃത്തുക്കൾ. ഒടുവിൽ അവൾ അവനെ കണ്ടെത്തി. ജിത്തു ജോർജ്. ഇപ്പോൾ അയാൾ വിവാഹിതനാണ്. 5 വയസ്സുള്ള ഒരു മകളുടെ അച്ഛനാണ്. അടുത്തുള്ള ടൗണിലെ ഒരു സഹകരണ ബാങ്കിലെ ക്ലർക്ക്. പുറമേക്ക് ശാന്തവും സാധാരണവുമായ ഒരു ജീവിതം. എന്നാൽ ആ ശാന്തത ഒരു മുഖംമൂടി മാത്രമായിരുന്നു. സോളമൻ ജയിലിൽ നിന്നിറങ്ങിയെന്ന് പത്രത്തിൽ വായിച്ച ദിവസം മുതൽ ജിത്തുവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. റോണിയുടെയും ഏബിന്റെയും മരണവാർത്തകൾ അവന്റെ ഭയത്തിന് ആക്കം കൂട്ടി. അടുത്തത് താനാണെന്ന് അവൻ അറിയാമായിരുന്നു. ഓരോ നിഴലിലും അവൻ സോളമനെ കണ്ടു. ഓരോ ഫോൺ റിങ്ങിലും മരണത്തിന്റെ മണിനാദം കേട്ടു. അവന്റെ ഭാര്യ റീന ഭർത്താവിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഞെട്ടിയുണരുന്നത്, കാരണമില്ലാതെ ദേഷ്യപ്പെടുന്നത്, മദ്യപാനം കൂടിയത്. അവൾ എന്ത് ചോദിച്ചാലും ജോലിയിലെ ടെൻഷനാണ് എന്ന ഒഴുക്കൻ മറുപടിയിൽ അവൻ ഒതുക്കും. ഒരു ദിവസം വൈകുന്നേരം ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് കാറോടിക്കുമ്പോൾ റിയർവ്യൂ മിററിൽ ഒരു നിമിഷം ആ മുഖം മിന്നിമറഞ്ഞതുപോലെ ജിത്തുവിന് തോന്നി. സോളമന്റെ അതേ കണ്ണുകൾ. അവൻ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കി. ആരുമില്ല, വെറും തോന്നലായിരിക്കുമെന്ന് അവൻ സമാധാനിക്കാൻ ശ്രമിച്ചു. വീട്ടിലെത്തിയപ്പോൾ മകൾ ഓടിവന്ന് അവന്റെ കയ്യിലൊരു സാധനം വെച്ചുകൊടുത്തു. അച്ഛാ, നോക്കിക്കേ, എനിക്കിത് ഗേറ്റിന്റെ അടുത്തുനിന്ന് കിട്ടി. അതൊരു ചെറിയ മരപ്പാവയായിരുന്നു. ചിറകുകളുള്ള ഒരു മാലാഖയുടെ രൂപം. അതിന്റെ മുഖത്തിന് ഏഞ്ചലിന്റെ നേരിയ ഛായയുണ്ടായിരുന്നു. ജിത്തുവിന്റെ കയ്യിൽ നിന്ന് ആ പാവ താഴെ വീണു. അവന്റെ ശരീരം ഭയം കൊണ്ട് മരവിച്ചു. അവൻ വന്നിരിക്കുന്നു, തന്റെ തൊട്ടടുത്ത്. അന്നു രാത്രി ജിത്തുവിന് ഒരു ഫോൺ കോൾ വന്നു. അജ്ഞാത നമ്പർ. അവൻ ഭയത്തോടെ കോൾ എടുത്തു. മറുതലയ്ക്കൽ ഘനഗംഭീരമായ നിശബ്ദത മാത്രം. പിന്നിൽ ഒരു പഴയ ക്ലോക്ക് ടിക്ക് ചെയ്യുന്ന നേർത്ത ശബ്ദം കേൾക്കാം. അത് സോളമന്റെ വീട്ടിലെ ക്ലോക്കിന്റെ ശബ്ദമാണെന്ന് ജിത്തു തിരിച്ചറിഞ്ഞു. അവൻ ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നു. നിനക്കെന്താ വേണ്ടത്? അവൻ വിറയലോടെ ചോദിച്ചു. മറുതലയ്ക്കൽ നിശബ്ദത. പിന്നെ നേർത്ത ഒരു ചിരി. അതൊരു ചിരിയായിരുന്നില്ല. കാലന്റെ അട്ടഹാസം പോലെയാണ് ജിത്തുവിന് തോന്നിയത്. കോൾ കട്ടായി. ജിത്തു തകർന്നുപോയിരുന്നു. സോളമൻ തന്നെ നേരിട്ട് കൊല്ലില്ലെന്ന് അവനുറപ്പായി. പകരം ഭ്രാന്തു പിടിപ്പിച്ച് ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം നിർത്തി പീഡിപ്പിക്കുകയാണ്. അതേസമയം മാത്യു മുതലാളിയുടെ ക്ഷമ നശിച്ചിരുന്നു. ജിത്തു എന്ന ദുർബലമായ കണ്ണി അപകടമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. അവൻ വാ തുറന്നാൽ എല്ലാം തീരും. അയാൾ തന്റെ വിശ്വസ്തരായ ഗുണ്ടകളെ വിളിച്ചുവരുത്തി. ജിത്തു ജോർജ്, അവനെ കണ്ടുപിടിക്കി. അവൻ ഈ ലോകത്തുണ്ടാകാൻ പാടില്ല. അനന്യയും ജിത്തുവിന്റെ വിലാസം കണ്ടുപിടിച്ചിരുന്നു. ഈ കഥയുടെ ചുരുളഴിക്കാൻ ജിത്തുവിനോട് സംസാരിച്ചേ മതിയാകൂ. അവൾ തന്റെ സ്കൂട്ടർ എടുത്ത് അവന്റെ ടൗണിലേക്ക് തിരിച്ചു. ഒരു കൊടുങ്കാറ്റിന്റെ കേന്ദ്രത്തിലേക്കാണ് താൻ പോകുന്നതെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അന്ന് രാത്രി മദ്യപിച്ചു ബോധമില്ലാതെ വീട്ടിലെത്തിയ ജിത്തുവിനെ റീന ഒരുപാട് വഴക്കു പറഞ്ഞു. ഒടുവിൽ സഹികെട്ട് അവൻ അലറി, എന്നെ വെറുതെ വിട്, അല്ലെങ്കിൽ നിനക്കും നമ്മുടെ മോൾക്കും ആപത്താണ്. അവന്റെ ഭ്രാന്തമായ പെരുമാറ്റം കണ്ട് റീനയും മകളും പേടിച്ച് മുറിയിൽ കയറി വാതിലടച്ചു. ഹാളിൽ ഒറ്റയ്ക്കിരുന്ന് ജിത്തു പൊട്ടിക്കരഞ്ഞു. ഇനി ഇത് സഹിക്കാൻ വയ്യ, എല്ലാം അവസാനിപ്പിക്കണം. അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. വാതിൽ തുറന്ന ജിത്തുവിന് മുന്നിൽ അനന്യ നിൽക്കുന്നുണ്ടായിരുന്നു. ജിത്തു ജോർജ്, എനിക്ക് സംസാരിക്കണമായിരുന്നു ഏഞ്ചലിനെക്കുറിച്ച്.
ആ പേര് കേട്ടതും ജിത്തുവിന്റെ സർവ്വനിയന്ത്രണവും വിട്ടു. എനിക്കൊന്നും അറിയില്ല, പോകൂ ഏഖാനത്തേക്ക്. അവൻ വാതിലടക്കാൻ ശ്രമിച്ചു. പ്ലീസ്, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, സോളമൻ. അനന്യവാചകം പൂർത്തിയാക്കും മുൻപ് വീടിന്റെ പുറകുവശത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു, ആരോ ഓടിമറയുന്നതുപോലെ. അതേ നിമിഷം ഒരു കറുത്ത കാർ അവരുടെ വീടിനു മുന്നിൽ ചീറിപ്പാഞ്ഞു വന്നു നിന്നു. അതിൽ നിന്ന് 4 ഗുണ്ടകൾ ഇറങ്ങി. അവരുടെ ലക്ഷ്യം ജിത്തുവാണെന്ന് വ്യക്തമായിരുന്നു. ജിത്തു ഭയന്ന് വിറച്ച് അനന്യയെ പിന്നിലേക്ക് തള്ളി വാതിലടച്ചു. രക്ഷിക്കണം, അവൻ അലറി. ഗുണ്ടകൾ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് ഇരച്ചുകയറി. പുറത്തുനിന്ന് അനന്യ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നു. അകത്ത് മൽപ്പിടുത്തത്തിന്റെയും നിലവിളിയുടെയും ശബ്ദം. അവൾ ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അകത്ത് ഗുണ്ടകൾ ജിത്തുവിനെ കീഴ്പ്പെടുത്തിയിരുന്നു. അവരിലൊരാൾ ഒരു കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ വെച്ചു. തീർക്കിവനെ. പെട്ടെന്ന് ഹാളിലെ ലൈറ്റുകൾ അണഞ്ഞു. മുറിയിൽ കൂരാക്കൂരിരുട്ട് നിറഞ്ഞു. ആരാടാത്? ഗുണ്ടകളിൽ ഒരാൾ അലറി. ഇരുട്ടിൽ നിന്നൊരു നിഴൽ രൂപം അവർക്ക് നേരെ പാഞ്ഞെടുത്തു. ടിമ്പർ മില്ലിലെ പണി ആയുധങ്ങൾ കൊണ്ട് കരുത്താർജിച്ച ആ കൈകൾ ഇരുട്ടിൽ മിന്നൽ പിണർ പോലെ ചലിച്ചു. അടികളുടെയും നിലവിളികളുടെയും ശബ്ദം മാത്രം. നിമിഷങ്ങൾക്കകം ലൈറ്റ് തെളിഞ്ഞു. ഗുണ്ടകൾ 4 പേരും രക്തത്തിൽ കുളിച്ചു നിലത്ത് കിടക്കുന്നു. അവർക്ക് നടുവിൽ കയ്യിലൊരു മരക്കഷ്ണം പിടിച്ചുകൊണ്ട് സോളമൻ നിന്നു. അവന്റെ കണ്ണുകൾ ജിത്തുവിന് നേരെയായിരുന്നു. അവന്റെ നോട്ടം താങ്ങാനാവാതെ ജിത്തു നിലത്തേക്ക് ഊർന്നിരുന്നു. അപ്പോഴേക്കും പോലീസ് സൈറൻ മുഴങ്ങിക്കേട്ടു. അനന്യ പോലീസുകാർക്കൊപ്പം അകത്തേക്ക് ഓടിക്കയറി. കണ്ട കാഴ്ചയിൽ അവൾ സ്തംഭിച്ചുപോയി. സോളമൻ പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. അവന്റെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ കയ്യിലിരുന്ന മരക്കഷ്ണം താഴെയിട്ടു. ഞാനാണ് എല്ലാം ചെയ്തത്. പോലീസ് സ്റ്റേഷനിലെ ഇന്ററോഗേഷൻ മുറിയിൽ സമയം മരവിച്ചു നിന്നു. പുറത്ത് പെയ്തൊഴിഞ്ഞ മഴയുടെ തണുപ്പ് മുറിക്കുള്ളിലെ നിശബ്ദതയെ കൂടുതൽ ഘനമുള്ളതാക്കി. സോളമൻ ഭാവഭേദങ്ങളില്ലാതെ കസേരയിലിരുന്നു. അവന്റെ കൈകളിൽ വിലങ്ങുണ്ടായിരുന്നില്ല. മുന്നിലിരുന്ന ഡിവൈഎസ്പി വർഗീസിന്റെ മുഖത്ത് സഹതാപമോ ക്രൂരതയോ ഉണ്ടായിരുന്നില്ല. പകരം സത്യം കണ്ടെത്താനുള്ള ഒരുതരം നിർവികാരതയായിരുന്നു. അനന്യയും വർഗീസിന്റെ ഒപ്പമുണ്ടായിരുന്നു. ജിത്തുവിനെ ആക്രമിച്ച ഗുണ്ടകൾ മാത്യു മുതലാളിയുടെ ആളുകളാണെന്ന് മൊഴി നൽകിയിരുന്നു. അതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. മറ്റൊരു മുറിയിൽ ജിത്തു ഒരു ഭ്രാന്തനെപ്പോലെ പിച്ചുമ്പേയും പറയുന്നുണ്ടായിരുന്നു. അവന്റെ ഭാര്യ റീനയുടെ കരച്ചിൽ പുറത്തു കേൾക്കാം. ഒടുവിൽ ഡിവൈഎസ്പി വർഗീസിന്റെ ഉറപ്പിൽ അനന്യയുടെ സാന്നിധ്യത്തിൽ ജിത്തു എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന ആ ഭാരം ഇറക്കിവെക്കാൻ അവൻ തയ്യാറായി. അവന്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് അനന്യയും വർഗീസും കേട്ടത്. ജിത്തുവിന്റെ കുറ്റസമ്മതം, ഭൂതകാലത്തിന്റെ ഇരുണ്ട അധ്യായം. അതൊരു റാഗിംഗ് മാത്രമായിരുന്നില്ല. ജിത്തുവിന്റെ ശബ്ദം നേർത്തുപോയിരുന്നു. ഏഞ്ചൽ. അവൾ മിടുക്കിയായിരുന്നു. മാത്യു മുതലാളിയുടെ ക്വാറി വനഭൂമി കയ്യേറുന്നതിനെക്കുറിച്ചും അവിടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവൾക്ക് ചില വിവരങ്ങൾ കിട്ടിയിരുന്നു. കോളേജിലെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി അവൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് പുറത്തുപോയാൽ അച്ഛൻ കുടുങ്ങുമെന്ന് റോണിക്കറിയാമായിരുന്നു. അവളെ ഒന്ന് പേടിപ്പിക്കാൻ മാത്യു മുതലാളിയാണ് റോണിയോട് പറഞ്ഞത്. കോളേജ് ഫെസ്റ്റിന്റെ അന്ന് രാത്രി ഞാനും റോണിയും പിന്നെ മുതലാളിയുടെ സ്ഥിരം ഗുണ്ടകളായ 2 പേരും ചേർന്ന് അവളെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അടുത്തുള്ള പണിതീരാത്ത ഒരു വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. ജിത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവിടെ വെച്ച് അവർ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞാൻ തടയാൻ ശ്രമിച്ചു, പക്ഷെ റോണി എന്നെ തള്ളിമാറ്റി. അവൾ ഒരുപാട് എതിർത്തു, കരഞ്ഞു, നിലവിളിച്ചു. അവളുടെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. ആ മൽപ്പിടുത്തത്തിനിടയിൽ റോണി കയ്യിൽ കിട്ടിയ ഒരു ഇഷ്ടികയെടുത്ത് അവളുടെ തലയ്ക്കടിച്ചു. മുറിയിൽ ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി. ഒരൊറ്റ അടി. അതോടെ അവളുടെ ശബ്ദം നിലച്ചു. ഞങ്ങൾ പേടിച്ചുപോയി. അവൾ മരിച്ചെന്ന് ഉറപ്പായപ്പോൾ മാത്യു മുതലാളിയെ വിളിച്ചു. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ അതൊരു പീഡനമാക്കി മാറ്റിയത്. തെളിവുകൾ നശിപ്പിച്ചു. അവളുടെ ശരീരം ചതുപ്പിൽ കൊണ്ടിട്ടു. അവളുടെ ചേട്ടൻ ഒരു മുൻകോപിയാണെന്നും അവളെ എപ്പോഴും സംശയിക്കുന്ന ആളാണെന്നും റോണിക്കറിയാമായിരുന്നു. അവനെ പ്രതിയാക്കാൻ എളുപ്പമാണെന്നും മുതലാളി പറഞ്ഞു. ഇൻസ്പെക്ടർ എബിൻ കുര്യൻ എല്ലാം ഭംഗിയായി ചെയ്തു. ജിത്തുവിന്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വർഗീസ് സോളമന്റെ അടുത്തേക്ക്
തിരിച്ചുവന്നു. ഇത്രയും വലിയൊരു ചതി പറ്റിയിട്ടും എന്തുകൊണ്ട് 15 വർഷം നിശബ്ദനായിരുന്നു സോളമൻ? വർഗീസ് ചോദിച്ചു. സോളമൻ ആദ്യമായി വർഗീസിന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ആ കണ്ണുകളിൽ വർഷങ്ങളുടെ വേദന ഉറഞ്ഞുകൂടിയിരുന്നു. വിചാരണയുടെ സമയത്ത് മാത്യു മുതലാളി എന്നെ ജയിലിൽ കാണാൻ വന്നിരുന്നു, സോളമൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. അവൻ എന്റെ മുന്നിലിരുന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എങ്ങാനും വാ തുറന്നാൽ നിന്റെ മാലാഖയെ ഞാൻ ലോകത്തിനു മുന്നിൽ ഒരു പിഴച്ചവളാക്കും. അവൾ പലരുടെയും കൂടെ കിടക്ക പങ്കിട്ടവളാണെന്ന് ഞാൻ തെളിയിക്കും. അവളുടെ ശവത്തെപ്പോലും ഞാൻ ബലാത്സംഗം ചെയ്യും. സോളമന്റെ കണ്ണുകൾ ചുവന്നു. എന്റെ കുഞ്ഞ്, അവൾ അനുഭവിച്ച വേദനയ്ക്ക് പുറമെ മരണശേഷവും ആ അപമാനം കൂടി അവൾക്ക് നൽകാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അവളുടെ മാനം രക്ഷിക്കാൻ എനിക്ക് ശിക്ഷ ഏറ്റെടുക്കേണ്ടി വന്നു. ഓരോ ദിവസവും ജയിലിൽ ഞാൻ ആ 3 മുഖങ്ങൾ ഓർത്തുകിടന്നു. റോണി, ഏബിൻ, ജിത്തു. എന്റെ മാലാഖയ്ക്ക് നീതി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. മുറിയിൽ നിശബ്ദത തളം കെട്ടി. ഒരു സഹോദരന്റെ സ്നേഹത്തിനു മുന്നിൽ നിയമം എത്ര നിസ്സാരമാണെന്ന് വർഗീസും അനന്യയും ഒരു നിമിഷം ഓർത്തുപോയി. ജിത്തുവിനെ കൊല്ലാനായിരുന്നില്ല ഞാൻ പോയത്, സോളമൻ തുടർന്നു. അവനെ ഭയപ്പെടുത്തണമായിരുന്നു. അവൻ തന്നെ സത്യം പുറത്തു പറയുന്ന ഒരവസ്ഥയിലേക്ക് അവനെ എത്തിക്കണമായിരുന്നു. പക്ഷെ മാത്യുവിന്റെ ആളുകൾ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഡിവൈഎസ്പി വർഗീസ് എഴുന്നേറ്റു. സോളമൻ, നീ ചെയ്തത് നിയമത്തിന്റെ കണ്ണിൽ തെറ്റാണ്. പക്ഷെ അതിലും വലിയ തെറ്റുകൾ തിരുത്താനാണ് നീ അത് ചെയ്തത്. ഇനി നിയമം അതിന്റെ വഴിക്ക് പോകും. അനന്യയുടെ ഫോണിലേക്ക് അവളുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് കോൾ വന്നു. മാത്യു മുതലാളി എയർപോർട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അയാൾ രാജ്യം വിടാൻ ശ്രമിക്കുകയാണ്. വർഗീസിന്റെ മുഖം കടുത്തു. അവനത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അയാൾ വയർലെസ് കയ്യിലെടുത്തു. ഓൾ യൂണിറ്റ്സ് അലർട്ട്. മാത്യുവിനെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക. ഹി ഷുഡ് നോട്ട് എസ്കേപ്പ്. ഡിവൈഎസ്പി വർഗീസിന്റെ സന്ദേശം പോലീസ് വയർലെസ് സംവിധാനത്തിലൂടെ ചീറിപ്പാഞ്ഞു. എന്നാൽ മാത്യു മുതലാളി അവരെക്കാൾ ഒരുപടി മുന്നിലായിരുന്നു. എയർപോർട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് അയാൾ തന്റെ റൂട്ട് മാറ്റിയിരുന്നു. ഒരു സ്വകാര്യ ഹെലിപ്പാഡിൽ നിന്ന് ചാർട്ടേഡ് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടാനായിരുന്നു അവന്റെ പദ്ധതി. ഈ വിവരം ചോർന്നു കിട്ടിയ അനന്യ ഒരു നിമിഷം തരിച്ചുപോയി. നിയമത്തിന്റെ കൈകൾ അവനിലേക്ക് എത്തുന്നതിനു മുൻപ് അവൻ രക്ഷപ്പെടും. അവൾ ഒരു തീരുമാനമെടുത്തു. ജിത്തുവിന്റെ കുറ്റസമ്മതവും ഏഞ്ചലിന്റെ ഡയറിക്കുറിപ്പുകളും സോളമന്റെ മൊഴിയും ചേർത്തുവെച്ച് അവൾ ഒരു വാർത്ത തയ്യാറാക്കി. പറയന്നൂരിന്റെ മറഞ്ഞിരുന്ന സത്യം, സോളമൻ നിരപരാധിയാണ്, യഥാർത്ഥ ചെകുത്താൻ സ്വതന്ത്രനായി വിഹരിക്കുന്നു എന്ന തലക്കെട്ടോടെ ആ വാർത്ത മെട്രോ ന്യൂസിന്റെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പേജുകളിലും അവൾ പോസ്റ്റ് ചെയ്തു. അതൊരു തീപ്പൊരിയായിരുന്നു. നിമിഷങ്ങൾക്കകം അത് ആളിക്കെത്തി. വാർത്ത കണ്ട് പട്ടണം ഇളകിമറിഞ്ഞു. തങ്ങൾ വെറുത്തിരുന്ന ചെകുത്താനെന്ന് മുദ്രകുത്തിയിരുന്ന സോളമൻ നിരപരാധിയാണെന്ന സത്യം അവരെ ഞെട്ടിച്ചു. രോഷം മാത്യു മുതലാളിക്കെതിരെ തിരിഞ്ഞു. ആളുകൾ കൂട്ടമായി തെരുവിലിറങ്ങി. അതേസമയം ജിത്തുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സോളമന് ജാമ്യം ലഭിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ സോളമൻ നേരെ പോയത് ടിമ്പർ മില്ലിലേക്കാണ്. അവിടെ അവൻ പാതി കൊത്തിവെച്ച ഒരു മരക്കഷ്ണം കയ്യിലെടുത്തു. അവന്റെ അവസാനത്തെ ലക്ഷ്യം ബാക്കിയായിരുന്നു. മാത്യു മുതലാളിയുടെ ഹെലിപ്പാഡ് സ്ഥിതി ചെയ്തിരുന്നത് പട്ടണത്തിൽ നിന്ന് മാറി അവന്റെ ക്വാറിയോട് ചേർന്നുള്ള ഒരു കുന്നിൻ മുകളിലായിരുന്നു. ഹെലികോപ്റ്റർ എത്താൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ അയാൾ അവസാനമായി തന്റെ സാമ്രാജ്യത്തിലേക്ക് നോക്കി. അപ്പോഴാണ് കുന്നിന്റെ താഴെയായി ആൾക്കൂട്ടം ഇരച്ചുവരുന്നത് അവൻ കണ്ടത്. അവർക്ക് മുന്നിലായി അനന്യയും പോലീസ് ജീപ്പുകളും. മാത്യു പരിഭ്രാന്തനായി. അവൻ ഹെലിപ്പാഡിലേക്ക് ഓട്ടി. അവിടെ അവനെ കാത്തിരുന്നതുപോലെ സോളമൻ നിൽക്കുന്നുണ്ടായിരുന്നു, കയ്യിൽ മൂർച്ചയേറിയ ഒരു കൊത്തുളിയുമായി. നീ എങ്ങനെ ഇവിടെയെത്തി? മാത്യു അലറി. എന്റെ മാലാഖയുടെ അടുത്തേക്ക് വരാൻ എനിക്ക് വഴികാട്ടികളുടെ ആവശ്യമില്ല. സോളമന്റെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിലൊരു ഇടിമുഴക്കത്തിന്റെ ശക്തിയുണ്ടായിരുന്നു. നിന്റെ കളി കഴിഞ്ഞു മാത്യു. എന്നെ ഒന്നും ചെയ്യാൻ നിനക്കാവില്ല. മാത്യു കയ്യിൽ കരുതിയ തോക്ക് സോളമന് നേരെ ചൂണ്ടി. ഇവിടെ കിടന്ന് ചാവാനാണ് നിന്റെ വിധി. അവൻ കാഞ്ചി വലിക്കാൻ ഒരുങ്ങിയതും പിന്നിൽ നിന്ന് ഡിവൈഎസ്പി വർഗീസിന്റെ ശബ്ദം മുഴങ്ങി. തോക്ക് താഴെയിടൂ മാത്യു, യു ആർ അണ്ടർ അറസ്റ്റ്. പോലീസ് അവനെ വളഞ്ഞിരുന്നു. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലെന്ന് മനസ്സിലായതും മാത്യുവിന്റെ ധാർഷ്ട്യം അലിഞ്ഞില്ലാതായി. അവൻ തോക്ക് താഴെയിട്ടു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുമ്പോൾ
രോഷാകുലരായ ജനക്കൂട്ടം അവനെതിരെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. അവന്റെ സാമ്രാജ്യം അവന്റെ കൺമുന്നിൽ തകർന്നു വീഴുകയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം സോളമനെതിരെയുള്ള കൊലപാതക കേസുകൾ തെളിവുകളുടെ അഭാവത്തിൽ നിലനിന്നില്ല. ജിത്തുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചതിനെ ആത്മരക്ഷാർത്ഥമായി കോടതി കണ്ടു. അവന്റെ വീടിന്റെ പൂന്തോട്ടത്തിൽ ഏഞ്ചലിനു വേണ്ടി അവനൊരു ചെറിയ സ്മൃതിമണ്ഡപം ഒരുക്കിയിരുന്നു. അവിടെ അവൻ പൂർത്തിയാക്കിയ ആ മാലാഖയുടെ മരപ്രതിമ അവൻ സ്ഥാപിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവന്റെ മുഖത്ത് ഒരു ശാന്തത തിരിച്ചുവന്നിരുന്നു. അനന്യയുടെ റിപ്പോർട്ടിന് സംസ്ഥാനത്തെ മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിനുള്ള അവാർഡ് ലഭിച്ചു. ഒരു ദിവസം അവൾ സോളമനെ കാണാൻ വന്നു. അവർ അധികമൊന്നും സംസാരിച്ചില്ല. വാക്കുകൾക്കപ്പുറം ഒരു പരസ്പര ബഹുമാനം അവർക്കിടയിലുണ്ടായിരുന്നു. ചിലപ്പോൾ നീതിക്ക് അതിൻ്റേതായ വഴികളുണ്ടാകും, അല്ലേ? പോകുമ്പോൾ അവൾ ചോദിച്ചു. സോളമൻ ഒന്നും പറഞ്ഞില്ല. അവൻ തന്റെ മാലാഖയുടെ പ്രതിമയെ നോക്കി പുഞ്ചിരിച്ചു. അവന്റെ വാക്ക് അവൻ പാലിച്ചിരിക്കുന്നു. അവന്റെ പ്രതികാരം പൂർത്തിയായിരിക്കുന്നു. നീതി അതിന്റെ വളഞ്ഞ വഴിയിലൂടെയാണെങ്കിലും ഒടുവിൽ നടപ്പായിരുന്നു. 1 വർഷം കടന്നുപോയി. പറയന്നൂർ പട്ടണം അതിന്റെ മുറിവുകളിൽ നിന്ന് പതിയെ ഉണങ്ങുകയായിരുന്നു. കാലം മായ്ക്കാത്തതായി ഒന്നുമില്ലെന്ന് പഴമക്കാർ പറയുമെങ്കിലും ചില അടയാളങ്ങൾ ശേഷിക്കുമെന്ന് ആ നാട് പഠിച്ചിരുന്നു. സോളമന്റെ വീടിനു മുന്നിലൂടെ പോകുമ്പോൾ ആളുകൾ ഇപ്പോൾ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നില്ല. പകരം ചിലരുടെ മുഖത്ത് സഹതാപവും മറ്റു ചിലരുടെ മുഖത്ത് ആദരവും നിഴലിച്ചു. അവൻ വീടിനോട് ചേർന്ന് ഒരു ചെറിയ മരപ്പണിശാല തുടങ്ങിയിരുന്നു. അവന്റെ കൈകളിൽ വിരിയുന്ന ശില്പങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. അവൻ ഇപ്പോഴും ഒരു മിതഭാഷിയായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകളിലെ കനൽ എരിഞ്ഞടങ്ങി. അവിടെ ഇപ്പോൾ ഒരു ശാന്തത നിറഞ്ഞിരുന്നു. മാത്യു മുതലാളി അഴികൾക്കുള്ളിലായി. അയാളുടെ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. കൂട്ടുപ്രതിയായ ജിത്തു മാപ്പുസാക്ഷിയായതിനാൽ ശിക്ഷയിളവ് ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. പക്ഷെ കുറ്റബോധത്തിന്റെ തടവറയിൽ നിന്ന് അവനൊരിക്കലും മോചനം ലഭിച്ചില്ല. അവൻ കുടുംബത്തോടൊപ്പം എങ്ങോട്ടോ താമസം മാറി. ആരും അവനെ പിന്നീട് കണ്ടിട്ടില്ല. അനന്യ ഇപ്പോൾ സംസ്ഥാനം അറിയുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ്. അവളുടെ പേര് കേട്ടാൽ പല ശക്തർക്കും ഒന്നുവിറയ്ക്കും. തിരക്കുകൾക്കിടയിലും വർഷത്തിൽ 1-2 തവണ അവൾ ആ പട്ടണത്തിലേക്ക് വരും. അങ്ങനെയൊരു സായാഹ്നത്തിൽ അവൾ സോളമന്റെ ശാലയിലേക്ക് കയറിച്ചെന്നു. അവൻ ഒരു മരക്കഷ്ണത്തിൽ ശ്രദ്ധയോടെ കൊത്തുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ എഴുന്നേറ്റു. ഇപ്പോൾ എന്തിന്റെ രൂപമാണ് കൊത്തുന്നത്? അവൾ ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ അവളെ വീടിന്റെ പൂന്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഏഞ്ചലിന്റെ സ്മൃതിമണ്ഡപത്തിനു മുന്നിൽ അവർ നിന്നു. അവിടെ മാലാഖയുടെ പ്രതിമയ്ക്കരികിലായി അവൻ പുതിയൊരു ശില്പം സ്ഥാപിച്ചിരുന്നു. അതൊരു ഫീനിക്സ് പക്ഷിയുടെ രൂപമായിരുന്നു. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഫീനിക്സ്. അതിന്റെ ചിറകുകൾ വിടർന്നിരുന്നു. കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു. ചില മുറിവുകൾ ഉണങ്ങില്ല, സോളമൻ പതിയെ പറഞ്ഞു. പക്ഷേ ആ മുറിവുകളിൽ നിന്ന് നമുക്ക് പുതിയ ചിറകുകൾ നൽകാൻ കാലത്തിന് കഴിയും. അനന്യ ആ ശില്പത്തിലേക്ക് നോക്കി നിന്നു. അത് സോളമന്റെ തന്നെ പ്രതീകമായിരുന്നു. വേദനയുടെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. സോളമൻ എന്ന പേരിനർത്ഥം സമാധാനമെന്നാണെന്നറിയാമോ? അവൾ ചോദിച്ചു. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവന്റെ മുഖത്ത് വിരിഞ്ഞ ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി. അവർക്കിടയിൽ പിന്നെയും നിശബ്ദത നിറഞ്ഞു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ അതിജീവനത്തിന്റെ കഥയുണ്ടായിരുന്നു. അടയാളങ്ങളെ അതിജീവിക്കുന്ന മനുഷ്യന്റെ ശക്തിയുണ്ടായിരുന്നു. കാലം കരുതിവെക്കുന്ന നീതിയുടെ ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു. സൂര്യൻ കുന്നുകൾക്കു പിന്നിലേക്ക് മറയുമ്പോൾ ഫീനിക്സ് പക്ഷിയുടെ നിഴൽ ആ സ്മൃതിമണ്ഡപത്തിൽ നീണ്ടു നിവർന്നു കിടന്നു. അതൊരു അവസാനമായിരുന്നില്ല, ഒരു പുതിയ തുടക്കത്തിന്റെ അടയാളമായിരുന്നു. കാലം വീണ്ടും മുന്നോട്ടൊഴുകി. സോളമന്റെ മരപ്പണിശാല ഇപ്പോൾ പട്ടണത്തിലെ ഒരു അടയാളമായി മാറിയിരുന്നു. അവന്റെ കൈകളിൽ വിരിയുന്ന ശില്പങ്ങൾ വീടുകൾക്ക് അലങ്കാരമായി. പക്ഷേ അവ വെറും അലങ്കാര വസ്തുക്കളായിരുന്നില്ല. ഓരോന്നിലും അതിജീവനത്തിന്റെ ഒരു കഥയുണ്ടായിരുന്നു. ശാന്തതയുടെ ഒരു തുടിപ്പുണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ശാലയിൽ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ സോളമൻ ഒരു ശബ്ദം കേട്ടു. പുറത്തു വഴക്കിന്റെ ഒച്ച. അവൻ ചെന്നു നോക്കുമ്പോൾ 12 വയസ്സുള്ള ഒരു കുട്ടി മനു മറ്റു 2 പേരുമായി വഴക്കിടുകയാണ്. നിന്റെ തന്ത കള്ളനാടാ, ജയിലിൽ കിടക്കുന്ന കള്ളൻ എന്ന് അവർ ആർത്തു വിളിക്കുന്നുണ്ടായിരുന്നു. മനുവിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവൻ നിലത്തുനിന്ന് കല്ലെടുത്ത് അവർക്ക് നേരെ എറിയാനൊരുങ്ങി.
സോളമൻ അവനടുത്തേക്ക് ചെന്നു. അവന്റെ തോളിൽ മെല്ലെ തൊട്ടു. ആ സ്പർശനത്തിൽ മനു ഒന്നു വിറച്ചു തിരിഞ്ഞു നോക്കി. സോളമന്റെ ശാന്തമായ മുഖം കണ്ടപ്പോൾ അവന്റെ ദേഷ്യം ഒരൽപ്പം തണുത്തു. കല്ലെറിഞ്ഞാൽ മുറിവ് കൂടുമെന്നല്ലാതെ അവർ പറഞ്ഞത് ഇല്ലാതാകുമോ? സോളമൻ മൃദുവായി ചോദിച്ചു. മനു ഒന്നും മിണ്ടാതെ കല്ല് താഴെയിട്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അന്നുമുതൽ മനു സ്കൂൾ വിട്ടാൽ സോളമന്റെ ശാലയിൽ വരുന്നത് പതിവായി. അവന്റെ അച്ഛൻ രാഘവൻ ഒരു മോഷണക്കേസിൽപ്പെട്ട് ജയിലിലായിരുന്നു. അയാൾ നിരപരാധിയാണെന്ന് മനുവിന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു. അച്ഛന്റെ പേരിൽ കൂട്ടുകാരുടെ കളിയാക്കലുകൾ സഹിക്കവയ്യാതെയാണ് മനു ഒരു വഴക്കാളിയായി മാറിയത്. സോളമൻ അവനോട് അധികം സംസാരിച്ചില്ല. പകരം ഒരു കഷ്ണം മരവും കൊത്തുളിയും അവന്റെ കയ്യിൽ കൊടുത്തു. നിന്റെ ദേഷ്യം മുഴുവൻ ഇതിൽ തീർക്ക്, അവൻ പറഞ്ഞു. ആദ്യമൊക്കെ മനുവിന് അതൊരു കളിയായിരുന്നു. എന്നാൽ പതിയെ പതിയെ മരത്തിൽ ഓരോ രൂപം കൊത്തുമ്പോഴും അവന്റെ മനസ്സ് ശാന്തമാവുന്നത് അവൻ അറിഞ്ഞു. അവന്റെ ശ്രദ്ധ മാറി. ദേഷ്യം ഒരു കലയായി രൂപാന്തരപ്പെട്ടു. സോളമൻ അവനൊരു ഗുരുവായി, ശാലയൊരു അഭയകേന്ദ്രമായി. ഒരു ദിവസം അനന്യ സോളമനെ കാണാൻ വന്നു. അപ്പോൾ മനു അവിടെയിരുന്ന് ഒരു പക്ഷിയുടെ രൂപം കൊത്തുകയായിരുന്നു. അനന്യ അവന്റെ കഥ കേട്ടപ്പോൾ അവൾക്ക് അതിലൊരു താൽപ്പര്യം തോന്നി. രാഘവന്റെ കേസ് ഞാൻ ഓർക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. തെളിവുകളെല്ലാം അയാൾക്കെതിരായിരുന്നു. പക്ഷേ എന്തോ ഒരു പന്തികേട് അന്നും തോന്നിയിരുന്നു. സോളമന്റെ കണ്ണുകളിലെ തിളക്കം അനന്യ ശ്രദ്ധിച്ചു. അവൻ ഒന്നും ആവശ്യപ്പെട്ടില്ല, പക്ഷേ ആ നോട്ടത്തിലെല്ലാം അടങ്ങിയിരുന്നു. അനന്യ ആ പഴയ കേസ് ഫയൽ വീണ്ടും കുത്തിപ്പൊക്കി. അവൾ രാഘവന്റെ ഭാര്യയോട് സംസാരിച്ചു. പഴയ സാക്ഷികളെ വീണ്ടും കണ്ടു. അവളുടെ അന്വേഷണത്തിൽ മോഷണം നടന്ന കടയുടെ ഉടമയ്ക്ക് രാഘവനോട് പഴയ ഒരു വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നെന്ന് കണ്ടെത്തി. അയാൾ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. ദിവസങ്ങൾക്കുശേഷം അനന്യ ഒരു സന്തോഷവാർത്തയുമായി വന്നു. കടയുടമയുടെ മൊഴി കള്ളമാണെന്ന് തെളിയിക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ സാക്ഷിയെ അവൾ കണ്ടെത്തിയിരുന്നു. കേസ് പുനരന്വേഷിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾ മനുവിന്റെ അമ്മയെ അറിയിച്ചു. അത് കേട്ടപ്പോൾ മനുവിന്റെ മുഖത്തുണ്ടായ പ്രകാശം സോളമൻ നോക്കി നിന്നു. വർഷങ്ങൾക്ക് മുൻപ് തന്റെ മാലാഖയ്ക്ക് നീതി കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ തനിക്കും ഇതേ ഗോഫലുണ്ടായിരുന്നിരിക്കണം. പക്ഷേ തന്റെ വഴി പ്രതികാരത്തിൻ്റെതായിരുന്നു, ഇരുട്ടിൻ്റെതായിരുന്നു. അന്ന് വൈകുന്നേരം സോളമൻ മനുവിന്റെ കയ്യിൽ ഒരു ചെറിയ മരശില്പം വെച്ചുകൊടുത്തു. മണ്ണിൽ നിന്ന് ഒരു പുതിയ ഇല മുളച്ചു പൊന്തുന്നതിന്റെ രൂപം. ഇരുട്ടിൽ നിന്നാണ് ഓരോ പുതിയ നാമ്പും വെളിച്ചത്തിലേക്ക് വരുന്നത്, സോളമൻ പറഞ്ഞു. നിന്റെ ജീവിതത്തിലും ഇനി വെളിച്ചമുണ്ടാകും. പക്ഷേ ആ വെളിച്ചം നീ കണ്ടെത്തേണ്ടത് സ്നേഹത്തിലൂടെയാണ്, ദേഷ്യത്തിലൂടെയല്ല. മനു ആ ശില്പവും വാങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ സോളമൻ അവനെ നോക്കി നിന്നു. താൻ കൊത്തിയെടുത്ത ഫീനിക്സ് പക്ഷിക്ക് ഇപ്പോൾ പുതിയ ചിറകുകൾ മുളയ്ക്കുകയാണെന്ന് അവന് തോന്നി. ആ ചിറകുകൾക്ക് കീഴിൽ ഒരു പുതിയ തലമുറ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കഥകൾ പഠിക്കുകയായിരുന്നു. തന്റെ അടയാളങ്ങൾ ഇപ്പോൾ സ്നേഹത്തിൻ്റെതായിരുന്നു.